SK തന്നെയാ. എന്തായാലും SK പോലീസ് കസ്റ്റഡിയിലായല്ലോ. ആരാണിത് ചെയ്തതെന്ന് കാലം തെളിയിക്കും. അപ്പൊ നേരത്തെ ചിരിച്ച പോലുള്ള ചിരി നിങ്ങളുടെ മുഖത്തുണ്ടാവില്ല. പിന്നെ ഇതിന്റെ പേരില് SKയും ജ്യോതിയെയും അമരാവതിന്ന് ഒഴിവാക്കാനുള്ള നിങ്ങളുടെ ഗൂഢാലോചന അത് നടക്കില്ല. കാരണം സത്യം രണ്ടില്ല, ഒന്നേ ഉള്ളൂ. അത് വേറെ ആർക്ക് മനസ്സിലായില്ലെങ്കിലും DKക്ക് മനസ്സിലാവും. അങ്ങനെ രാമലക്ഷ്മണന്മാർ കടപുഴകി വീണു. ഒരുത്തൻ മരണശയ്യയിൽ, മറ്റൊരുത്തൻ നരകത്തിന്റെ കാവൽക്കാരന്റെ കസ്റ്റഡിയിൽ. അവിനാശ്, ആ SK ഇനി അവിടെ നിന്ന് നേരെ ഭ്രാന്താശുപത്രിയിലേക്കാണ് പോകേണ്ടത്. എത്രയും വേഗം അതിനുള്ള ഏർപ്പാട് ചെയ്യണം. അതൊക്കെ ഞാൻ ഏറ്റു മാഡം. പക്ഷേ അതിനു മുൻപ് എനിക്ക് അവനോട് ചില കണക്കുകൾ തീർക്കാനുണ്ട്. നീ എന്റെ ഏട്ടനെ കൊല്ലാൻ നോക്കും. എന്റെ അരിശം തീരുന്നതുവരെ അവനെ തല്ലി മെതിക്കണം എനിക്ക്. എന്റെ ബോട്ടിനടിയിൽ ഞെരിഞ്ഞമരുന്ന അവന്റെ നിലവിളി എനിക്ക് കേൾക്കണം. മണ്ടത്തരം പറയില്ലേ അവിനാഷ്? നേരിട്ട് നിങ്ങൾ അവനെ ഒന്നും ചെയ്യരുത്. പിന്നെ എന്നോട് ചെയ്തതൊക്കെ ഞാൻ മറക്കണമെന്നാണോ പറയുന്നത്? അതല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഇപ്പോഴും കളത്തിന് പുറത്ത് നിങ്ങളുണ്ടെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ നേരിട്ട് അവരെ ഒന്നും ചെയ്യാൻ പാടില്ല. വിശ്വസ്തരായ വല്ല പോലീസുകാരെ ഉപയോഗിച്ചാൽ മതി. ലോകപ്പിനുള്ളിൽ അവൻ തളർന്നു വീഴുമ്പോ രക്ഷകനായി നിങ്ങൾ അവന്റെ മുന്നിൽ അവതരിക്കണം. അവനെ രക്ഷിക്കാമെന്ന് വാക്കു കൊടുക്കണം. നയത്തിൽ DKയെ കൊല്ലാൻ ശ്രമിച്ചത് അവനാണെന്ന് സമ്മതിപ്പിക്കണം. ഭ്രാന്തനായിരുന്നു എന്ന് മജിസ്ട്രേറ്റിനെ വിശ്വസിപ്പിക്കണം. അവന് ജാമ്യം കിട്ടാനുള്ള ഒരു പഴുതും ഉണ്ടാവരുത്. പോലീസ് കാവലിൽ അവിടെ നിന്ന് നേരെ ഭ്രാന്താശുപത്രിയിൽ എത്തിക്കണം. അവനെ തിരിച്ച് ഭ്രാന്താശുപത്രിയിൽ എത്തിക്കാന്നുള്ള വാക്ക് ഞാൻ പാലിച്ചിരിക്കും. ഇപ്പോ അവൻ എന്റെ ലോക്കപ്പില്ല. അതിനകത്ത് എന്ത് നടക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ഈ ഒറ്റ രാത്രി കൊണ്ട് അവന്റെ ജാതകം ഞാൻ തിരുത്തി എഴുതും. എന്റെ മോൾക്ക് അവനെ ഭയക്കാതെ ജീവിക്കണം. ഒരിക്കൽ ഇതുപോലൊന്ന് സംഭവിച്ചതാ. അന്ന് ഭാഗ്യം കൊണ്ടാ രക്ഷപ്പെട്ടത്. പക്ഷേ ഇത്തവണ അതുണ്ടാവരുത്. ഭ്രാന്താശുപത്രിയിൽ അവനെ തിരികെ എത്തിച്ച് ചികിത്സിപ്പിക്കാനുള്ള ഉത്തരവ് വാങ്ങിയാൽ മതി. ബാക്കിയൊക്കെ ഞാൻ ഏറ്റു. ഹലോ ഡോക്ടർ, എന്തായി? എനി ചാൻസ്? ഇപ്പൊ എന്റെ മകളെല്ലാം മറന്ന് സന്തോഷമായി ജീവിക്കുക. അപ്പോഴാ വീണ്ടും അവന്റെ രണ്ടാം വരവ്. ഒരിക്കൽ പറ്റിയ അബദ്ധം ഇനി ആവർത്തിക്കില്ല.
മരണക്കിടക്കയിലാണെങ്കിൽ പോലും DKയെ വില കുറച്ച് കാണരുത്. ഏത് അബോധാവസ്ഥയിലാണെങ്കിലും അനിയനെ രക്ഷിക്കാനുള്ള തന്ത്രം അയാൾ പ്രയോഗിക്കും. ഇല്ല മാഡം, അതിനെക്കുറിച്ച് ഓർത്ത് മാഡം പേടിക്കണ്ട. നാളെ പുലർച്ചെ തന്നെ ഞാൻ അവനെ ജഡ്ജിയുടെ മുന്നിൽ ഹാജരാക്കി ഭ്രാന്താശുപത്രിയിൽ എത്തിക്കാനുള്ള ഉത്തരവ് വാങ്ങിക്കും. നാളെ മാഡത്തിന് സന്തോഷത്തിന്റെ ദിവസമായിരിക്കും. പോരെ? മതി, എനിക്കത് മതി. ഈ സംഭവത്തിന് പിന്നിൽ ആരാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഓ, അപ്പൊ നീ പ്രതിയെ കണ്ടുപിടിച്ചു. നീ ആരാടി പുല്ലേ? ഞാൻ DKയുടെ ഭാര്യ. ചാകാൻ പോകുന്നവന്റെ ഭാര്യയെന്ന് പറയടി. ആ ഓപ്പറേഷൻ തിയേറ്ററിനകത്തുനിന്ന് പുറത്തേക്ക് വരുന്നത് അവന്റെ ശവമായിരിക്കും. ജീവന്റെ വില പറയാൻ നീ ആരാ? ഈശ്വരനാണോ? അതേടി, ഇവിടെ നടക്കുന്ന കളി വേറെ. നിന്റെ ഭർത്താവും അനിയനും രണ്ടു പേരും ഇപ്പോ ഗൺ പോയിന്റില്ല. ഏത് സമയത്തും എന്തും സംഭവിക്കാം. നിന്റെ അനിയന് ആവശ്യത്തിനുള്ളത് കൊടുത്തിട്ടുണ്ട് ഞാൻ. പാവം ക്ഷീണിച്ചു പോയി. ശിവയെ നിന്റെ കസ്റ്റഡിയിൽ കിട്ടിയതിന്റെ അഹങ്കാരത്തിലാണ് നീ ഇപ്പൊ എന്നെ വിളിച്ചതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ എന്തെങ്കിലും സംഭവിച്ച പിന്നെ നീ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ദോഷം പറയരുതല്ലോ. ഞാൻ അവനെ നന്നായിട്ടൊന്ന് സൽക്കരിച്ചു. ഇനി നാളെ രാവിലെ അവനെ ഇവിടുന്ന് സുഖവാസ കേന്ദ്രത്തിലേക്ക് അയക്കും. ഭ്രാന്താശുപത്രിയിലേക്ക്. മനസ്സിലായോടി മിസ്സിസ് ഹിറ്റ്ലറെ? നീ ഒരുത്തി കാരണമാടി ഇതെല്ലാം സംഭവിച്ചത്. ഈ ഭ്രാന്തനെ അമരാവതിയിലേക്ക് എഴുന്നള്ളിച്ചതിന്റെ ദുരന്തങ്ങളാ നീ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. DK എന്ന വൻവൃക്ഷം കടപുഴകി വീണു. വീഴ്ത്തി. DKയും SKയും ഇതോടെ തീർന്നടി. വയ്ക്കട ഫോൺ. എന്റെ ഭർത്താവിന്റെ നിഴലിനോട് പോലും നേരെ നിന്ന് സംസാരിക്കാൻ ശേഷിയില്ലാത്തവനാ നീ. അദ്ദേഹത്തിന് പിന്നിൽ നിന്ന് ചതിച്ചത് ആരായാലും അതിന്റെ ശിക്ഷ അവർ അനുഭവിച്ചിരിക്കും. ഇതിന്റെ പേരിൽ ശിവയെ ബലിയടാക്കാന്ന് നീ നോക്കണ്ട. ശിവയുടെ പോലീസ് വന്ന് കൊണ്ടുപോയി. അവനെ രക്ഷിക്കണം. അവനല്ല അതെനിക്കറിയാം. എനിക്ക് പരാതിയില്ല എന്ന് പറയണം. ഞാൻ ഒപ്പിട്ട് തരാം. അവനെ രക്ഷിക്കണം. ചിത്രേ, എന്താ DK? അമ്മയും കൊണ്ട് വീട്ടിലേക്ക് വെക്കോ. ഇവിടെ ബാലുവും ഗോകുലും ഉണ്ടല്ലോ. പറയുന്ന കേൾക്കമ്മേ. എനിക്കൊരു കുഴപ്പമില്ല. ഡോക്ടർ പറഞ്ഞ കേട്ടില്ലേ? അമ്മയും ശിവയുടെ അടുത്ത് അമ്മ വേണം. അവനെ കുറ്റപ്പെടുത്താൻ ആരെ അനുവദിക്കരുത്.
അവനത് സങ്കടാവും. പാവം, ഒരുപാട് വേദനിച്ച് കാണും. മായിച്ചി, ദേ വരുന്നു. നിക്ക്. ഭർത്താവ് ചത്താലും വേണ്ടിയില്ല, അനിയനെ രക്ഷിച്ചു അല്ലേ? ഇന്നലത്തെ ചോരമണം മാറിയിട്ടില്ല. അതിനു മുൻപേ നമ്മുടെ അമ്മായിയമ്മ മറുകണ്ട ചാടി മായച്ചി. മരണത്തിന്റെ മുമ്പിൽ നിന്നാ DK തിരിച്ചു വന്നത്. DK കൊല്ലാനായിരുന്നോ നീ ആ ഭ്രാന്തനെ തിരിച്ചു കൊണ്ടുവന്നത്? നീയൊക്കെ ഇതേ പറയൂന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിന്റെയൊക്കെ മുമ്പിൽ കരഞ്ഞു കാണിച്ചിട്ടോ യാചിച്ചിട്ടോ ഒരു കാര്യവും ഇല്ലെന്നും എനിക്കറിയാം. അതുകൊണ്ട് ഇതിനൊന്നിനുള്ള മറുപടി തൽക്കാലം ഞാൻ പറയുന്നില്ല. എന്റെ ഭർത്താവ് സീരിയസ് ആയിട്ട് ആശുപത്രി കിടക്കുക. ഈ അവസ്ഥയിൽ കൂടെ നിൽക്കേണ്ടത് എന്റെ കടമയാണ്. പിന്നെ അനിയനെ രക്ഷിച്ചത് ഞാനല്ല, എന്റെ ഭർത്താവ് DK. അവനെ സ്റ്റേഷനിൽ നിന്ന് ഇവിടെ എത്തിക്കേണ്ട ചുമതല മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്താ സംശയമുണ്ടോ രണ്ടുപേർക്കും? ഓഹോ, അപ്പൊ എല്ലാത്തിനും മറുപടി കരുതി വെച്ചിട്ടാ നീ അനിയനെ രക്ഷിക്കാൻ പോയത്. ആശുപത്രിയിൽ ബോധമില്ലാതെ കിടക്കുന്ന DK രക്ഷിച്ചു പോലും. ഞങ്ങൾ ഇത് വിശ്വസിക്കില്ല. ഇതൊക്കെ നിന്റെ പ്ലാനിംഗ് ആണെന്ന് ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. നിങ്ങൾ ഈ പറയുന്ന DK ഇന്നലെ രാത്രി കുത്തേറ്റ് വീണത് നിങ്ങളുടെയൊക്കെ മുമ്പിലാ. രാത്രി പോട്ടെ, ഇന്ന് നേരം പുലർന്നിട്ട് ഇത്രയും സമയമായല്ലോ. സ്നേഹമുള്ള മരുമക്കൾ എന്തേ ഇതുവരെ ആശുപത്രിയിലേക്കും തിരിഞ്ഞുപോലും നോക്കിയില്ല? എന്തേ അമ്മയച്ചനെ കാണണ്ടേ? ശിവയെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കാനുള്ള ധൃതിയില് അമ്മായിയച്ഛന്റെ കാര്യം മറന്നുപോയല്ലേ? അതോ ശിവയെ തിരിച്ച് ഭ്രാന്താശുപത്രിയിലേക്ക് അയക്കാനുള്ള തന്ത്രങ്ങൾ ഒരുക്കുന്നതിനിടയിൽ സമയം കിട്ടാതെ പോയതാണോ? അനാവശ്യം പറയരുത്. എന്താ പൊള്ളിയോ? DKയുടെ ഭാര്യയെ ഞാൻ. എന്റെ നേരെ വിരൽ ചൂണ്ടി സംസാരിക്കാനുള്ള ധൈര്യമുണ്ടോ നിനക്കൊക്കെ? ആർക്കു നേരെയും ഒരു അധികാരവും അവകാശവും ഇന്ന് വരെ ഉപയോഗിച്ചിട്ടില്ല ഞാൻ. എന്നെ അതിന് നിർബന്ധിക്കരുത്. നാവാടാൻ നിന്നെ കഴിഞ്ഞ ആളുള്ളൂന്ന് ഞങ്ങൾക്കറിയാവടി. ആശുപത്രിയിലേക്ക് ഞങ്ങൾ വരാതിരുന്നതിന്റെ കാരണം ഞങ്ങള് DKയെ ബോധിപ്പിച്ചോളാം. നിന്നെ പോലെ വലിഞ്ഞു കയറി വന്നവളോടൊന്നും അത് ബോധിപ്പിക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല. അയ്യോ, എന്നെ ആരും ഒന്നും ബോധിപ്പിക്കണമെന്നില്ലേ? നീ എന്താടി ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നോ? നിന്റെ ചതി DK തിരിച്ചറിയും. SK DKയെ കുത്താൻ കാരണക്കാരി നീയാണ്. അവന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഏറ്റെടുത്തവൾ നീയല്ലേ? അപ്പോ ഇതിന്റെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കടി. സ്റ്റോപ്പ് ഇറ്റ്. ജ്യോതി ഒരു അക്ഷരം പറഞ്ഞു പോരുത്. ഇവളെ എന്റെ മരുമകളാ, DKയുടെ വൈഫ്. ഇവളെ കുറ്റപ്പെടുത്താൻ നിങ്ങൾക്ക് ആരാ അധികാരം തന്നത്? അമ്മേ, Shut up. മിണ്ടിപ്പോകരുത്. ഒരു രാത്രി മുഴുവൻ എന്റെ മോന്റെ ജീവന് വേണ്ടി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നവളാ ഇവള്. ഇവളെ സങ്കടം ഞാൻ കണ്ടതാ. ഇതൊന്നും പറഞ്ഞവർക്ക് മനസ്സിലാവില്ലമ്മ. ഇവരുടെ തല നിറയെ ജ്യോതിയോടുള്ള കുശുമ്പും കുന്നായ്മ മാത്രം. മായിച്ചി, ജ്യോതിയോട് നിങ്ങൾക്ക് ദേഷ്യം കാണിക്കാം, പക്ഷെ DKയുടെ ഭാര്യയാണ് ജ്യോതി എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. അതിചിത്ര, ഇതിന്റെ പേരിൽ ഇനി ഇവിടെ ഒരു വഴക്ക് വേണ്ട. എന്നെ എത്ര കുറ്റപ്പെടുത്തിയാലും എനിക്കതൊരു പ്രശ്നമല്ല. എന്റെ മുന്നിലിപ്പോ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എന്റെ ഭർത്താവ് ഒരു കുഴപ്പം കൂടാതെ തിരിച്ചു വരണം. അത് കഴിഞ്ഞ് ഇത് ചെയ്തത് ആരായാലും
അവരെ പകൽ വെളിച്ചത്തിൽ ഞാൻ ഈ അമരാവതിയിൽ കൊണ്ടുവന്ന് നിർത്തും. ശിവയുടെ തലയിൽ ഇത് കെട്ടിവെക്കാൻ അങ്ങനെ ആരും മെനക്കെടണ്ട. കാരണം ഇത് ചെയ്തത് ശിവയല്ലാന്ന് DKയ്ക്കും എനിക്കും അറിയാം. ചിത്ര, ഇന്നലെ ഫംഗ്ഷൻ ഇടയില് നീ എടുത്ത ഫോട്ടോസ് ഇല്ലേ, അതെല്ലാം ഒന്നുകൂടി നീ ഒന്ന് ചെക്ക് ചെയ്തേക്ക്. അതെന്തിന്? അല്ല, നമുക്ക് പരിചയമില്ലാത്ത ആരെങ്കിലും അതിനകത്തുണ്ടോന്നൊന്ന് തിരിച്ചറിയാലോ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ അത് എന്റെ ഫോണിലേക്ക് നയിക്കണം. ശരി അമ്മേ, ഞാൻ ഇറങ്ങാം. ശരി. മായ, ഇന്നലെ രാത്രി അയാൾ നിന്നോട് പറഞ്ഞത് നീ എന്താ മിണ്ടാതിരുന്നെ? ഞാനത് അപ്പൊ തന്നെ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ഇനി DK വരട്ടെ, ബാക്കി ഞാൻ DKയോട് പറയാം. എന്നിട്ട് നീ എന്താ എന്നോട് ഈ കാര്യം പറയാത്തെ? നിന്നോട് എന്തിനാ പറയുന്നത്? നീ ഈ വീട്ടിലെ ആരാ? എന്നെ ചോദ്യം ചെയ്യാൻ നിനക്ക് ഒരധികാരവും ഇല്ല. എന്റെ അധികാരം എന്താന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഒരു കാര്യം നീ ചെവിയിൽ നുള്ളിക്കുമായ, ഇന്നലെ രാത്രി നീ അറിഞ്ഞിട്ടും നീ ഇതാരോടും പറഞ്ഞിട്ടില്ല. പോലീസിനോട് പറഞ്ഞു എന്ന് കള്ളം പറഞ്ഞ് നീ രക്ഷപ്പെടാൻ നോക്കണ്ട. ഇതിന് പിന്നിൽ ആരായാലും ഈ ജ്യോതി കണ്ടുപിടിച്ചിരിക്കും. അന്ന് നിന്റെ എല്ലാ കള്ളത്തരവും പൊളിച്ചടുക്കും ഞാൻ. കാത്തിരുന്നോ നീ? നാട്ടുകാരുടെ ചോദ്യം കൊണ്ട് ഇരിക്കപ്പുറതി ഇല്ലെന്ന് അവൾ പറഞ്ഞത്. അച്ഛാ, മോനെ, ഞാൻ പറയുമ്പോ തെറ്റിദ്ധരിക്കരുത്. ശിവയെ കുറച്ചുകൂടെ നല്ല സ്ഥലത്ത് എവിടെയെങ്കിലും. അച്ഛൻ എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നേ? മോളെ, ഞാൻ അല്ല, എന്നെ കൊല്ലാൻ ശ്രമിച്ചത് ശിവയല്ല. അവനെ എനിക്കറിയാവുന്ന പോലെ മറ്റാർക്കും അറിയില്ല. അച്ഛാ, ആ കറണ്ട് പോയ സമയത്ത് ഷെഫിന്റെ വേഷം ധരിച്ച ഒരാളാണ് അത് ചെയ്തത്. അങ്ങനെ ഒരാളെയും സഹായിയെയും ആ വീട്ടിൽ വെച്ച് കണ്ട ദൃക്സാക്ഷിയും ഉണ്ട്. സത്യമാണോ മോളെ ഇതൊക്കെ? സത്യം അങ്കിളെ. അതുമാത്രമല്ല, ആ ഇരുട്ടിൽ എന്നെ കുത്തിയിട്ട് കൈ വലിച്ചെടുത്തപ്പോ മരണവെപ്രാണത്തിൽ ഞാൻ അവന്റെ കൈ കയറി പിടിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അത് ശിവയുടെ കൈ ആയിരുന്നില്ല. ഇതിനു പിന്നിൽ ആരുടെയോ ഗൂഢാലോചന ഉണ്ടച്ചാ. ഹലോ ചിത്ര. ജ്യോതി, ഞാൻ നിന്റെ വാട്സാപ്പിലേക്ക് ചില ഫോട്ടോസ് അയച്ചിട്ടുണ്ടെന്ന് നോക്കി. ശരി, ഞാൻ നോക്കിയിട്ട് വിളിക്കാം. ദേ, ഇതൊന്ന് നോക്കിയേ. ഈ ഫോട്ടോയ്ക്ക് ഒരു ക്ലാരിറ്റി ഇല്ല. ആളിനെ വ്യക്തമായിട്ട് അറിയാൻ വയ്യ. വേറെ ഏതെങ്കിലും ഫോട്ടോ ആരുടെങ്കിലും കയ്യിലുണ്ടോ എന്ന് ചിത്രയോട് നോക്കാൻ പറയും. ഞാൻ പറയാം. ഹലോ, ഹലോ ചിത്ര. ഹലോ, കേക്കുന്നില്ലേ? റേഞ്ച് ഇല്ലാന്ന് തോന്നുന്നു. ഹലോ, കേക്കുന്നുണ്ടോ? മോനെ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? അങ്കിള് പറയൂ. അന്ന് അമ്മാവന്റെ വീട്ടിൽ വെച്ച് ഇതുപോലൊരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞില്ലേ? അതോ ഇതുമായി എന്തെങ്കിലും ബന്ധം ഉണ്ടാവും മോനെ? കുത്തേറ്റവന് പരാതിയില്ലെങ്കിൽ പിന്നെ പോലീസിന് അങ്ങനെ കേസെടുക്കാൻ പറ്റും? ഇന്നത്തോടെ അവന്റെ ശല്യം ഒഴിവാകുമെന്ന് കരുതിയതാ. തീർന്നു, എല്ലാം തീർന്നു. ഇതിന്റെ പേരിൽ ഇനി നമ്മൾ തന്നെ തൂങ്ങേണ്ടി വരുമെന്നാ എന്റെ പേടി.
എയ്ത് വിടുന്ന അസ്ത്രങ്ങളൊക്കെ ബൂമറാങ് പോലെ തിരിച്ചു വരുന്ന കാലം ഇത്. ഒരു വാക്കുകൊണ്ട് ഭരണം പോകുന്ന മന്ത്രിമാരെ പോലെയല്ല, അതിനേക്കാളും വലിയ നേട്ടങ്ങൾക്ക് മുകളിലായി എന്റെ മകളിപ്പോ നിൽക്കുന്നത്. അതൊന്നും നഷ്ടപ്പെടുത്താൻ ഞങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ട് ഒരു അന്വേഷണവും ഞങ്ങളിലേക്ക് വരാതിരിക്കാൻ നിങ്ങൾ വേണം ശ്രദ്ധിക്കാൻ. അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം. പക്ഷേ നമ്മൾ സൂക്ഷിക്കേണ്ടത് DKSK അല്ല, എല്ലാവരും തിരുമണ്ടിയെന്ന് മുദ്രകുത്തിയ ഒരാതിബുദ്ധിക്കാരി ജ്യോതി. അവളാ നമ്മുടെ യഥാർത്ഥ പ്രതിയോഗി. SK രക്ഷിച്ച അവളെയാണ് നമ്മൾ. എനിക്കറിയാം, അവസരം കിട്ടിയപ്പോ അവൻ എന്നോട് വൈരാഗ്യം തീർത്തതാ. ഏതൊരു ശത്രു അങ്ങനെ തന്നെയാണ്. ഏറ്റവും നല്ല അവസരത്തിന് വേണ്ടി കാത്തിരിക്കും. കാത്തിരുന്ന അവസാനം കൺമുന്നിൽ വന്നാൽ ഇരയെ ആദ്യം മാനസികമായി തളർത്തും. എന്നിട്ട് മറ്റുള്ളവർക്ക് വേട്ടയാടാൻ നമ്മളെ തള്ളിയിട്ട് കൊടുക്കും. ഒടുവിൽ നമ്മൾ തളർന്നു ഉറപ്പായാലേ അവര് നമ്മുടെ മുന്നിൽ പോലും വരൂ. കാരണം അവരുടെ ഉള്ളിൽ അപ്പോഴും നമ്മളെക്കുറിച്ച് ഒരു ഭയമുള്ളതുകൊണ്ടാണ്. അവൻ എന്നോടുള്ള പക തീർത്തതാണെന്ന് എനിക്കറിയാം. നിനക്ക് എന്നെ കൊല്ലാൻ പോയിട്ട് ഒന്നും ഉള്ളിൽ നോവിക്കാൻ പോലും ആവില്ല എന്ന് അവനും അറിയാം. ഏട്ടാ, എന്നെ വെറുക്കില്ല ഏട്ടാ. എന്താടാ ഈ പറയുന്നത്? ഏട്ടൻ നിന്നെ വെറുക്കേ? മതി സംസാരിച്ചത്. ശിവ, ഇനി ഏട്ടൻ കുറച്ചു നേരം കിടക്കട്ടെ. എന്റെ പൊന്നു ചേട്ടാ, സംസാരിക്കാൻ ഇനിയും ഒരുപാട് സമയം കിടക്കല്ലേ? ചേട്ടനും അനിയനും ഇവിടെ തന്നെ ഉണ്ടല്ലോ. എല്ലാം കൂടി ഒരുമിച്ച് സംസാരിച്ചു തീർത്താ പിന്നെ സംസാരിക്കാൻ എന്തേലും വേണ്ടേ? വാ, എനിക്ക് വാ. പതുക്കെ. ഇപ്പൊ മനസ്സിലായോ ഹിറ്റ്ലറെ? ഒരു ഭാര്യ എന്ന് പറഞ്ഞ വെറും ഒരു സാധനം മാത്രല്ലെന്ന്. ഓ, അതാണോ? ഇത്രയ്ക്കങ്ങ് സ്വയം പുകഴ്ത്താൻ ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? അല്ല, നിങ്ങൾക്കൊരു അപകടം വന്നപ്പോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഞാനല്ലേ ഉണ്ടായിരുന്നുള്ളൂ. നാളെ ഇതുപോലെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? നിങ്ങൾ ആ പരിസരത്ത് വല്ലതും കാണുമോ ഹിറ്റ്ലറെ? അതിന് നിനക്ക് എന്തെങ്കിലും അപകടം പറ്റട്ടെ, അപ്പൊ നോക്കാം. പിന്നെ നോക്കിയത്. ആ പിന്നെ കുറച്ചു ദിവസം ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് എന്തെങ്കിലും കഴിച്ചാൽ മതി കേട്ടോ. അത് നീയാണോ തീരുമാനിക്കുന്നത്? ഞാൻ ഏത് ഫുഡ് കഴിക്കണം കഴിക്കണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ, അല്ലാതെ നീയല്ല. ഒന്ന് നിർത്ത് സാറേ, ഇത്ര വലിയ മസിൽ പിടുത്തൊന്നും വേണ്ട. ഇനി കുറച്ചു ദിവസം എന്റെ ചട്ടത്തിനനുസരിച്ചാ നിങ്ങൾ ജീവിക്കാൻ പോകുന്ന. അതിന് വേറെ ആളെ നോക്കണം. ഓ, അതൊന്നും ഇനി പെട്ടെന്നൊന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ചേട്ടൻ ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. അത് നിന്റെ സ്വപ്നം മാത്രമടി ബേക്കറിക്കാരി. ബേക്കറിക്കാരിയോ? രാജകുമാരി എന്ന് പറ മാഷേ. നോക്കട്ടെ. യോ, എന്തൊരു മധുരം ഇത്. DKക്ക് കുറച്ച് ദിവസത്തേക്ക് മധുരം കൊടുക്കാൻ പാടില്ലെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. നിനക്ക് ഷുഗർ ഉണ്ടോ മൈസൺ? അമ്മേ,
ഇവളിത് ചുമ്മാ പറയുന്ന. എനിക്കൊരു കുഴപ്പമില്ല. അയ്യോ കുഴപ്പമില്ലമ്മേ. ഡോക്ടർ എന്നോട് പ്രത്യേകം പറഞ്ഞതാ. ചിത്ര, ഈ ചായ ഞാൻ കുടിച്ചോളാം. ഹിറ്റ്ലർക്ക് മധുര ഇടാത്തൊരു ചായ കൊണ്ട് ചെല്ല. നല്ല ചായ. എന്തേത് പേട്ടി, മധുരമില്ലാത്ത ചായ അവന് ഇഷ്ടമില്ലെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? ആണോ? ആ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞത് സത്യാണെങ്കിൽ ഷെഫിന്റെ വേഷം ധരിച്ചു വന്ന ആളാണ് DK കൊല്ലാൻ ശ്രമിച്ചത്. എന്നാ പിന്നെ ഫോട്ടോ സെക്യൂരിറ്റി ചേട്ടനെ കാണിച്ചെന്ന് കൺഫേം ചെയ്താലോ? വാ. ചേട്ടാ ഒന്നിങ്ങി വന്നേ. എന്താ കുഞ്ഞെ? അന്ന് രാത്രി ചേട്ടൻ കണ്ടത് ഇയാളെയാണോ? അതെ കുഞ്ഞെ, ഞാനന്ന് കണ്ടത് ഇയാളെ തന്നെ. ഇവളുമാരുടെ ഫോട്ടോയെ കാണിക്കുന്നത് ഉറപ്പാണല്ലോ അല്ലേ? എനിക്ക് ഉറപ്പാ കുഞ്ഞെ, അന്ന് രാത്രി എന്നെ തട്ടിയിട്ടേച്ച് പോയത് ഇയാള് തന്നെ. അവൾക്ക് എന്തൊക്കെയോ ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട്. മോളെന്താ ചോദിച്ചത്? ഞാൻ ഈയിടെ എങ്ങാനും തറവാട്ട് ക്ഷേത്രത്തിൽ പോയിരുന്നോന്ന്. ആരോ അവൾക്കത് ചോർത്തി കൊടുത്തിട്ടുണ്ട്. നിങ്ങളല്ലല്ലോ അല്ലേ? അയ്യോ മാഡം, ഞാനല്ല. ഇവിടുന്ന് പറയാത്തൊരു കാര്യം ഞാൻ മോളോട് പറയില്ലെന്നും മാഡത്തിന് അറിയില്ലേ? അറിയാം, പക്ഷേ അവൾക്ക് സംശയമുണ്ട്. അവൾക്ക് ഇപ്പോഴും എസ്കയോട് സോഫ്റ്റ് കോർണർ ഉണ്ടോ തമ്പി? അറിയില്ല മാഡം. ഈ അടുത്തിടയ്ക്ക് വല്ലതും അവള് ശിവയെക്കുറിച്ച് സംസാരിച്ചിരുന്നു? ഇല്ല, പക്ഷേ എന്താ ഒരു പക്ഷേ? ഇന്നലെ രാത്രി മോൾ എന്നെ വിളിച്ചിരുന്നു. എന്നിട്ട് DKക്ക് കുത്തു കിട്ടിയത് ശരിയാണോ എന്ന് ചോദിച്ചു. എന്നിട്ട് താൻ എന്ത് പറഞ്ഞു? അത് എനിക്കറിയില്ല, അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അവൾക്ക് എന്തോ സൂചന കിട്ടിയിട്ടുണ്ട്. മാഡം, ഇപ്പം DK ഒന്ന് തളർന്നിരിക്കുക. അടുത്ത അടി ഉടനെ കൊടുക്കണം. തകർക്കാൻ തീരുമാനിച്ച കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർത്ത് തരിപ്പണമൊക്കെ ഞാൻ. പത്തിക്കടി കിട്ടിയ പാമ്പായിപ്പോ DK. മാഡം, SKയും DKയും തമ്മിൽ എങ്ങനെയെങ്കിലും തെറ്റിക്കണം. ഇതോടുകൂടി എല്ലാം അവസാനിക്കുമെന്ന് കരുതിയതാ. പക്ഷേ കണക്കുകൂട്ടൽ ചെറുതായൊന്ന് തെറ്റി. സാരല്ല, ശരിയായിക്കോളും. ആ DKയിന് തലയുയർത്താൻ അനുവദിക്കരുത്. എങ്ങനെയെങ്കിലും ഇത് മോൾ അറിയുന്നതിന് മുൻപ് അവസാനിപ്പിക്കണം. അമ്മേ, എന്താ പേട്ടി? എനിക്ക് അമ്മയോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ബോലോ, ടെൽ മീ, വാട്ട് ഈസ് ദ പ്രോബ്ലം? എനിക്കും ഗോകുലിനും സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങിയാൽ കൊള്ളാന്നുണ്ട്. എന്ത് ബിസിനസ്? ഒരു ബുട്ടീക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ കൂടെ ജെന്റ്സിന്റെയും ലേഡീസിന്റെയും ഒരു ഹെൽത്ത് ക്ലബ്ബ് കൂടി തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വെരി ഗുഡ്, വാട്ട് എ നൈസ് ഐഡിയ. അല്ല, എപ്പോഴാ തുടങ്ങുന്നത്? അടുത്ത മാസം തന്നെ തുടങ്ങണമെന്നാ ഞങ്ങളുടെ പ്ലാൻ. വെരി ഗുഡ്, തുടങ്ങിക്കോളൂ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് മാത്രം പോരമ്മ. പിന്നെ അമ്മയ്ക്ക് അറിയാലോ, എന്റെയും ഗോകുലിന്റെയും കയ്യില് സ്വകാര്യമായ സമ്പാദ്യങ്ങളൊന്നും ഇല്ലെന്ന്. ഇത് തുടങ്ങാനുള്ള പണം DKയോട് പറഞ്ഞ് അമ്മ വാങ്ങിച്ചു തരണം. ഒരു 50 ലക്ഷം രൂപ മതി. അമ്മ വിചാരിച്ചാലേ ഇത് നടക്കൂ.
മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് എന്റെ മകൻ അകത്ത് വിശ്രമിക്കുക. ഇപ്പൊ തന്നെ ഞാൻ അവനോട് പണം ചോദിക്കണോ? ദേ, അവസരത്തിനനുസരിച്ച് വേണം സംസാരിക്കാൻ. ഇപ്പൊ ഞാൻ അവനോട് ഈ കാര്യം നോ ടെല്ലിങ് പറയില്ല.